ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ചൈന ഗ്രാസോ ജലറ്റിനോ ഒന്നും ഉപയോഗിക്കാതെ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നല്ല സോഫ്റ്റായിട്ട് വായിൽ വെച്ച് അലിഞ്ഞു പോകുന്ന രീതിയിലുള്ളൊരു കോക്കനട്ട് മിൽക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ പുഡിങ്ങിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് നാളികേരപ്പാൽ എടുക്കണം. അപ്പോൾ അതുപോലെ ഒരു മീഡിയം സൈസിലുള്ള നാളികേരമാണ് എടുത്തിട്ടുള്ളത്. അത് വെട്ടിയിട്ട് അതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ബാക്കിലുള്ള ആ ബ്രൗൺ കളറിലുള്ള ഭാഗമൊക്കെ ഒന്ന് മാറ്റിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അത് മാറ്റുകയാണെങ്കിൽ പുഡിങ് കാണാൻ നല്ല ഭംഗിയുണ്ടാവും, നല്ല തൂവെള്ള കളറിലുണ്ടാവും. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് തന്നെ എടുക്കണമെന്നില്ല, നാളികേരം ചിരകിയെടുത്താലും മതി. അപ്പോൾ ആ ബ്രൗൺ കളറിലുള്ള ഭാഗം പെടാത്ത രീതിയിലൊന്ന് ചിരകിയെടുത്താൽ മതി. ഇനി പാലെടുക്കാൻ വേണ്ടിയിട്ട് അത് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഒരു 2-3 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിന് 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഇതുപോലൊരു അരിപ്പ വെച്ചിട്ട് നല്ലോണം പിഴിഞ്ഞിട്ട് അതൊന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് ബാക്കി വരുന്ന നാളികേരത്തിൽ 1 കപ്പും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് അരച്ചിട്ട് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ നാളികേരം ഇതുപോലെ മുഴുവനായിട്ടും പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇതുപോലെ ചെറിയ കണ്ണുള്ള അരിപ്പ് വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. പാലിൽ നാളികേരത്തിന് തരികളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ ഏകദേശം നമുക്കൊരു 2.5 കപ്പിനടുത്ത് നാളികേരപ്പാലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഒരു അടി കട്ടിയുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് ആദ്യം ഒരു 1/4 കപ്പ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ നാളികേരപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഇതുപോലെ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പിന്നെ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം 1/2 കപ്പ് പഞ്ചസാര നമ്മൾ ചേർത്തിട്ടുണ്ട്. മധുരമൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും അളവിനനുസരിച്ച് ചേർക്കുക. പിന്നെ ആ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോഴാണ് ആ ടേസ്റ്റ് കറക്റ്റായിട്ട് വരുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിൽ പഞ്ചസാരയൊക്കെ ഒന്ന് അലിയുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ കട്ടിയായി വരാൻ തുടങ്ങും. അപ്പോൾ ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു 2 മിനിറ്റൊക്കെ ഇളക്കി കൊടുക്കുമ്പോഴേക്കും അതതുപോലെ അങ്ങനെ ചെറുതായിട്ട് കട്ടിയാവാനായിട്ട് തുടങ്ങും. അപ്പോൾ പിന്നെ നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ആ കോൺഫ്ലോർ നന്നായിട്ട് വേവണം, അപ്പോഴാണ് അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇത് ഒരുപാട് സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ ആയി വരും. എന്നിട്ട് പിന്നെ കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കുമ്പോഴേക്കും അതിലിതുപോലെ ചെറുതായിട്ട് ബബിൾസ് വരാനായിട്ട് തുടങ്ങും. അപ്പോഴേക്കും അത് ഒന്നും കൂടി ഒന്ന് കട്ടിയായിട്ട് ഈ ഒരു പരുവത്തിലായിട്ടുണ്ടാവും. ഇത്രയും മതിയാവും. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു രീതിയിൽ എടുക്കുമ്പോഴാണ് പുഡിങ് നമുക്ക് നല്ലൊരു ടെക്സ്ചറിൽ കിട്ടുക. ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ അത്ര നന്നാവില്ല. എന്നിട്ട് അത് നമ്മൾ ഈ ചൂടോടുകൂടി തന്നെ സെറ്റ് ചെയ്യാനായിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളിത് ഇതുപോലൊരു ഗ്ലാസിൻ്റെ പാത്രത്തിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഗ്ലാസിൻ്റെ പാത്രമാണെങ്കിൽ നമ്മളതിൽ വെളിച്ചെണ്ണയോ നെയ്യോ ഒന്നും തടവേണ്ട ആവശ്യമില്ല. സെറ്റായി കഴിയുമ്പോൾ അത് ഈസി ആയിട്ട് തന്നെ വിട്ടു വന്നോളും. ഇനിയിപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും പാത്രം എടുക്കുകയാണെങ്കിൽ ആദ്യം അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവിയതിന് ശേഷം ഈ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അതിന് ശേഷം ഒരു 2-3 പ്രാവശ്യം വേണമെങ്കിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിൽ വല്ല എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ മേൽഭാഗം സ്പാറ്റിൽ വെച്ചിട്ട് പതുക്കെ അതുപോലെ ഒന്ന് ലെവൽ ചെയ്തിട്ട് അതിൻ്റെ ചൂടാറി കഴിയുമ്പോൾ അടച്ചു വെച്ചിട്ട് സെറ്റാവാനായിട്ട് മാറ്റി വയ്ക്കാം. സെറ്റായി വരാൻ ഒരു 3-4 മണിക്കൂറൊക്കെ എന്തായാലും എടുക്കും. നമ്മളത് ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. തണുപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ പുറത്ത് തന്നെ വെച്ചാലും മതി. അതിൻ്റെ ടെക്സ്ചർ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വായിൽ വെച്ച് അങ്ങോട്ട് അലിഞ്ഞിറങ്ങിക്കോളും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കുറേ ആൾക്കാർക്കൊക്കെ അറിയുന്ന തന്നെയാവും. എന്നാലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പെട്ടെന്ന് ഇപ്പോൾ ഒരു പുഡിംഗ് ഒക്കെ കഴിക്കണം തോന്നുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന കുറച്ച് ഐറ്റംസൊക്കെ വെച്ചിട്ട് ചെയ്യാവുന്നൊരു ഈസി റെസിപ്പി. ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. മേലെ വേണമെങ്കിൽ നട്ട്സ് വെച്ച് കൊടുക്കാം. അതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ വേണമെങ്കിൽ കോട്ട് ചെയ്തെടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക്